Hi everyone, my name is Harsha and welcome back. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 അടിപൊളി ബൺ ഹെയർ സ്റ്റൈൽസ് ആണ് കാണാൻ പോകുന്നത്. ഹെയർ സ്റ്റൈൽസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു ബൺ സ്റ്റിക്ക് വെച്ചിട്ടാണ്. ബൺ സ്റ്റിക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ജൂഡ സ്റ്റിക്ക് എന്ന് പറയാം. നല്ല ഭയങ്കരമായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് കേട്ടോ ഈ ഒരു ബൺ സ്റ്റിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു സ്റ്റിക്ക് എന്ന് പറയുന്നത്. എനിക്ക് ബൺ ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ, സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 3 അടിപൊളി ഹെയർ സ്റ്റൈൽസ് ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യിലൊരു റബ്ബർ ബാൻഡ് കരുതുക. ഹെയർ ബാൻഡ്, ഹെയർ ടൈ എന്താണെങ്കിലും കരുതുക. എന്നിട്ട് നമ്മൾ മുടി നന്നായിട്ട് ജടയൊന്നും ഇല്ലാണ്ട് ചീവി ഒരു ബാക്കിൽ ഒരു പോണിറ്റെയിൽ കെട്ടുക. ഈ പോണിറ്റെയിലിൻ്റെ ഹൈറ്റ് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ലോ ബണ്ണാണ് വേണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഹൈ ബണ്ണാണ് വേണ്ടെങ്കിൽ അങ്ങനെ. ഞാനൊരു മീഡിയം ബണ്ണാണ് കെട്ടുന്നത്. അത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഒരു പോണിറ്റെയിൽ കെട്ടുകയാണ്. നന്നായിട്ട് സെക്യൂർ ചെയ്യാണ്. നീളമുള്ള മുടിയായത് കാരണം ഒരു പോനി കെട്ടണമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചടങ്ങാണ് കേട്ടോ. ശരിക്കും ഞാൻ ക്ഷീണിച്ചു പോകും. അങ്ങനെ നമ്മൾ പോണിറ്റെയിൽ കെട്ടുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ബൺ സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് നമ്മുടെ സെൻറ്റർ പോർഷനിലായിട്ട് ഇങ്ങനെ അകത്താക്കി കയറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ പോണിറ്റെയിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. കണ്ടില്ല, ഇപ്പം ഞാൻ 2 ഈക്വൽ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ഒരു ബൺ സ്റ്റിക്കിൻ്റെ മേളിലോട്ട് ഇങ്ങനെ മേളിലോട്ട് റാപ്പ് ചെയ്ത് താഴോട്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് ക്രിസ് ക്രോസ് ചെയ്യുക. ക്രിസ് ക്രോസ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് കൈവച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ രണ്ടായിട്ട് തന്നെ ഈ ഒരു റാപ്പ് ചെയ്തേക്കുന്നതിൻ്റെ മേളിൽ കൊണ്ടുപോയിട്ട് വീണ്ടും ക്രിസ് ക്രോസ് ചെയ്തിട്ട് വീണ്ടും താഴെ കൊണ്ടുവരും. അതായത് നമ്മൾ ഒരു തവണ മാത്രമേ റാപ്പ് ചെയ്യുന്നുള്ളൂ, എന്നിട്ട് മേളിലോട്ട് താഴോട്ടും കൊണ്ടുപോയി ക്രിസ് ക്രോസ് ചെയ്യുന്നേ ഉള്ളൂ. എത്ര നീളമുള്ള മുടി അത്രയും തവണ ക്രിസ് ക്രോസ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് 2-3 തവണ ക്രിസ് ക്രോസ് ചെയ്യണം. എന്നിട്ട് ബാക്കി നമ്മുടെ എൻഡിലെ മുടി അത് താഴോട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം. അതങ്ങനെ തന്നെ ഇരിക്കില്ല, അതുകൊണ്ട് നമുക്ക് യു പിൻ വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം. ആസ് മച്ച് ആസ് യു പിൻ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. നല്ല ഒരു ഡെയിലി യൂസിനും അല്ലെങ്കിൽ പാർട്ടി വെയറിനും ഒക്കെ നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ബൺ സ്റ്റിക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. സെക്കൻഡ് ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് പോണി കെട്ടാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മുടി നമുക്ക് ഹോൾഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ താഴോട്ട് വയ്ക്കുക. അതായത് നമ്മുടെ പാം താഴോട്ട് വെച്ചിട്ട് ഇങ്ങനെ മുടി റൗണ്ട് ചെയ്ത് മേളിലോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ പിടിച്ചേക്കുന്ന മുടി അതിന് ചുറ്റും റാപ്പ് ചെയ്യുക. ഇത് കുറച്ച് ട്വിസ്റ്റിംഗ് ആണെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വെച്ചേക്കുന്ന മുടി കുറച്ചൊന്ന് ലൂസ് ചെയ്യുക. ലൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പോർഷൻ റൈറ്റ് സൈഡിലെ മുടി നമുക്ക് ഉള്ളിലോട്ട് കയറ്റണം. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് മുടിയുടെ ഉള്ളിലോട്ട് കയറ്റണം. ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് നന്നായിട്ട് വലിച്ചിട്ട് ആ ബാക്കി മുടി അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറ്റി ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഇത് ശരിക്കും ടൈറ്റായിട്ട് ഇരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് പിന്നെയും ഡൗട്ട്ഫുൾ ആണെങ്കിൽ നമുക്കിതാ ഇങ്ങനത്തെ ഒരു ബൺ സ്റ്റിക്ക് അതിൻ്റെ കൂടെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൺ നിങ്ങൾക്ക് ഒട്ടും അനങ്ങില്ല. നല്ല ഫാൻസി ആയിട്ടുള്ള ബൺ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഹെയർ സ്റ്റൈൽസ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടും അല്ലെങ്കിൽ നല്ല എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് ചേരും. കണ്ടില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവിടെ ഇരുന്നുള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങോട്ട് കട്ടിങ് ഒക്കെ ചെയ്തേക്കുന്ന മുടിയാണെങ്കിൽ നമുക്ക് യു പിൻ വെച്ചിട്ടൊക്കെ സെക്യൂർ ചെയ്യാം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ഞാൻ റെഗുലർ ബേസിസിൽ ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ അത്. കാരണം ഈസിയാണ്, നമ്മുടെ നല്ല സ്ലീക്ക് ആയിട്ട് ഇരുന്നോളും. ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്ലിക്സ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. പക്ഷേ എനിക്ക് സ്ലീക്കായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ. ഇനി തേർഡ് ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് കോംബ് ചെയ്യുക. ഹെയർ കോംബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നമ്മൾ എല്ലാ മുടിയും കൂടെ, എല്ലാ ഹെയർസ് എല്ലാം കൂടി നമ്മൾ കയ്യിൽ ഇങ്ങനെ സെക്യൂർ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പിടിച്ചേക്കുന്നതിൻ്റെ മേളിൽ കൂടെ റാപ്പ് ചെയ്യാം. എന്നിട്ട് ബാക്കി മുടി അതുപോലെ തന്നെ ചുറ്റും
ചുറ്റും നമ്മൾ റൗണ്ട് ചെയ്ത് റാപ്പ് ചെയ്ത് വെക്കുകയാണ്. എത്ര നീളമുള്ള മുടി അത്രയും റാപ്പ് ചെയ്ത് വെക്കുക. റാപ്പ് ചെയ്ത് ഇപ്പം ഞാൻ എൻഡിലെ മുടി അകത്തോട്ട് വെച്ചിട്ട് കുറച്ച് ഉള്ള മുടി ഇങ്ങനെ പുറത്തോട്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ബൺ സ്റ്റിക്ക് വെച്ച് ആ ഫുൾ ഹെയർ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുകയാണ്. കാണാനൊക്കെ കുറച്ച് ഭയങ്കര എന്താ പറയുക, ട്വിസ്റ്റിംഗ് ആണെങ്കിലും ഭയങ്കര ഡിഫിക്കൽട്ട് ആണെങ്കിലും പക്ഷെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ആൻഡ് ഫൈനൽ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽസ് ആണ്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം നമുക്ക് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ healthy, happy and blessed and love yourselves. Bye.